ദുബായിൽ ബൈക്ക് ഡെലിവറി ഡ്രൈവർക്ക് തൊഴിലവസരം. മാസം 80,000 രൂപയ്ക്ക് മുകളിൽ കമ്മീഷൻ അടിസ്ഥാനത്തിൽ വരുമാനം നേടാൻ അവസരം. അൽ ഗസൽ ടൂർസ് ആൻഡ് ട്രാവൽസ്, ഫസ്റ്റ് ഫ്ലോർ, AVH കോംപ്ലക്സ്, പെരിന്തൽമണ്ണ റോഡ്, പട്ടാമ്പി. 123 വർഷത്തെ ചരിത്രശേഷിപ്പ് ഓർമ്മയാകുന്നു. ചെറുതുരുത്തി ഷൊർണൂർ പ്രദേശങ്ങളെ ബന്ധിപ്പിച്ച് നീളാനദിക്ക് കുറുകെ നിർമ്മിച്ച ആദ്യത്തെ പാലമായ പഴയ കൊച്ചിൻ പാലം പൊളിച്ചു നീക്കുന്നതിന് സർക്കാർ ഉത്തരവായി. കേരളപ്പിറവിക്ക് മുൻപ് പഴയ മദിരാശി മലബാറിനെയും തിരുവിതാംകൂർ കൊച്ചിയെയും ഏകോപിച്ചാണ് പാലം നിർമ്മിച്ചത്. ഷൊർണൂരിലൂടെ കടന്നുപോകുന്ന ട്രെയിൻ ഗതാഗതം തിരുവിതാംകൂറിലേക്ക് എത്തിക്കണമെന്ന അന്നത്തെ കൊച്ചി മഹാരാജാവ് രാമവർമ്മ തമ്പുരാന്റെ ദൃഢനിശ്ചയത്തിന്റെ ഫലമാണ് കൊച്ചി പാലം. മലബാർ ഭരിച്ചിരുന്ന ബ്രിട്ടീഷ് ഗവൺമെന്റ് തീവണ്ടി ഗതാഗതത്തിനു വേണ്ട ചെലവ് വഹിക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ രാജകുടുംബത്തിലെ പലരുടെയും എതിർപ്പിനെ അവഗണിച്ചുകൊണ്ട് തൃപ്പൂണിത്തുറ ശ്രീ പൂർണ്ണത്രയേശ്യ ക്ഷേത്രത്തിലെ സ്വർണത്തിൽ തീർത്ത 14 നെറ്റിപ്പട്ടങ്ങളും പൊതുഖജനാവിലെ പണവുമായി 84 ലക്ഷം രൂപ ചെലവാക്കി നിർമ്മിച്ചതാണ് ഈ പാലം എന്നാണ് ചരിത്രം. 1902 ജൂൺ 2-ന് ആദ്യത്തെ ചരക്ക് ട്രെയിനും ജൂലൈ 16-ന് ആദ്യത്തെ യാത്രാവണ്ടിയും മലബാറിൽ നിന്ന് തിരുവിതാംകൂറിലേക്ക് പഴയ കൊച്ചി പാലത്തിലൂടെയാണ് സർവീസ് നടത്തിയത്. ഇതേ പാലത്തിലൂടെയാണ് ആദ്യകാലത്ത് മോട്ടോർ വാഹനങ്ങളും കടന്നുപോയിരുന്നത്. തീർച്ചയായിട്ടും ഞങ്ങളെ സംബന്ധിച്ച് ഷൊർണൂർക്കാരെ സംബന്ധിച്ചിടത്തോളം ഷൊർണൂരിൻ്റെ ഒരു മുഖം തന്നെയായിരുന്നു കൊച്ചിപ്പാലം എന്ന് പറയുന്നത്. കാരണം മലബാറിനെയും അതുപോലെ തന്നെ തിരുക്കൊച്ചിയെയും വേർതിരിക്കുന്ന ഒരു പുഴയും അതിലൊരു പാലവും എന്നുള്ളത് ഞങ്ങളുടെയൊക്കെ ചെറുപ്പം മുതൽ ഉള്ള ഒരു കാഴ്ചയും അതുപോലെ തന്നെ ചരിത്ര പ്രാധാന്യം അറിയിക്കുന്ന ഒരു സംഭവമായിരുന്നു. എന്നാൽ അടുത്ത കാലത്തായി ഒരു 92 വർഷം പാലം നിർമ്മിച്ച് 92 വർഷം കഴിഞ്ഞപ്പോഴാണ് അതിന് ചെറിയൊരു ഡാമേജ് ഉണ്ടായത്. പിന്നീട് പുതിയ പാലത്തിന്റെ പ്രവർത്തനം ആരംഭിച്ചപ്പോൾ പൂർണ്ണമായിട്ടും നിലവിലുള്ള കൊച്ചിൻ പാലം ഒഴിവാക്കപ്പെടേണ്ട സ്ഥിതി വന്നു. എന്നാലും അത് അങ്ങനെ ഒഴിവാക്കപ്പെടേണ്ടതായിരുന്നില്ല എന്നുള്ളതാണ് ഷൊർണൂർക്കാരായ ഞങ്ങളുടെയൊക്കെ മനസ്സിലുള്ളത്. അത് ഒരു നൂറ്റാണ്ട് പിന്നിട്ട പാലം എന്നുള്ള നിലയ്ക്ക് പുരാവസ്തു വകുപ്പിനെ കൊണ്ട് ഏറ്റെടുപ്പിച്ച് അതിനെ സംരക്ഷിച്ച് നിലനിർത്തേണ്ടതായിരുന്നു എന്നുള്ള അഭിപ്രായമാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളത്. അറ്റകുറ്റപ്പണികളുടെ അപര്യാപ്തത മൂലം ഈ നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ പാലത്തിന് ബലക്ഷയം വന്നതിനെ തുടർന്ന് അടച്ചിടുകയും തൊട്ടടുത്ത് പുതിയ പാലം 2003 ജനുവരി 25-ന് തുറക്കുകയും ചെയ്തു. പഴയ കൊച്ചി പാലത്തിന്റെ 2 സ്പാനുകൾ 2011 നവംബർ 9-ന് നിലം പൊത്തി. പഴയ കൊച്ചിപ്പാലം സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് നിരവധി സാമൂഹിക പ്രവർത്തകർ മുന്നോട്ട് വന്നെങ്കിലും ഫലമുണ്ടായില്ല. നിളയുടെ നീരൊഴുക്കിനെ തഴുകുന്ന ചരിത്ര സ്മാരകം ഓർമ്മയാവുകയാണ്. ന്യൂസ് സെന്റർ, ഷൊർണൂർ.